ഹിന്ദു സമുദായ നേതാക്കളെ അവഹേളിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ശൈലിക്കെതിരെ കോൺഗ്രസിൽ ആശങ്ക ശക്തം. വി ഡി സതീശന്റെ അമിത മുസ്ലിം പ്രീണനവും ഹിന്ദു സമുദായ നേതാക്കളുടെ അതൃപ്തിയും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. തിണ്ണനിരങ്ങൽ പരാമർശത്തിൽ അതൃപ്തി വീണ്ടും പരസ്യമാക്കി കെ മുരളീധരൻ രംഗത്തെത്തി. അനാവശ്യ വിദ്വേഷം കാട്ടിയതും ഹൈന്ദവ സമുദായ സംഘടനകളെയും നേതാക്കളെയുമെല്ലാം അവഹേളിച്ചതും വലിയ തിരിച്ചടിയാകുമെന്നാണ് കോൺഗ്രസിലെ വിലയിരുത്തൽ. ജമാഅത്തെ ഇസ്ലാമിയെയും SDPI പോലെയുള്ള സംഘടനകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി വി ഡി സതീശൻ വെള്ളാപ്പള്ളിയെ വിമർശിച്ചുവെന്നാണ് നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. അതൃപ്തി രൂക്ഷമായതോടെ KPCC അധ്യക്ഷനടക്കമുള്ളവർ വി ഡി സതീശനെ പിന്തുണയ്ക്കാതെ മാറി നിൽക്കുകയാണ്. തിണ്ണനിരങ്ങൽ പരാമർശത്തിൽ കെ മുരളീധരൻ വീണ്ടും വിമർശനം ഉന്നയിക്കുന്നതും ഇതുകൊണ്ട് തന്നെ. ഈ സാമുദായിക നേതാക്കന്മാരെ എല്ലാവരും സന്ദർശിക്കാറുണ്ട്, ഞാനും സന്ദർശിക്കാറുണ്ട്. അതിനെ തിണ്ണ നിരങ്ങുക എന്നല്ല അർത്ഥം. അവരുടെ സമുദായത്തിനോടുള്ള ബഹുമാനം ഞങ്ങളൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. പ്രതിപക്ഷ നേതാവും പോകാറുണ്ട്, ഞങ്ങളും പോകാറുണ്ട്. സമുദായ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. NSS, SNDP സംഘടനകൾ കേരളത്തിൽ നൽകിയ സംഭാവനകൾ എണ്ണിപ്പറഞ്ഞ് എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്നതാണ് കോൺഗ്രസ് ശൈലിയെന്ന് ഓർമ്മിപ്പിക്കുകയാണ് രമേശ് ചെന്നിത്തല. G. സുകുമാരൻ നായരുടെ സതീശനെതിരായ വിമർശനത്തിലും മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തലയാണ് യോഗ്യൻ പരാമർശത്തിലും പക്ഷേ ഒളിച്ചുകളി. ഞാൻ NSSന്റെ SNDPയുടെ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല. അവരൊക്കെ കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. അല്ല, അത് അവരോട് ചോദിക്കണം. കേരളത്തിലെ എല്ലാ മതസംഘടനകളെയും ഉൾക്കൊണ്ടുപോകുന്ന സമീപനമാണ് കോൺഗ്രസിന് എന്നുള്ളത്. വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും വിമർശനത്തിന് പിന്നാലെയും സതീശൻ അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു. വിമർശിച്ചവർ വർഗീയതയുടെ കൂടാരത്തിൽ കൂടിയിരിക്കുന്നവർ എന്നായിരുന്നു സതീശന്റെ നിലപാട്. ഇതോടെ സതീശനോടുള്ള അതൃപ്തി ഭൂരിപക്ഷ സമുദായ നേതാക്കൾക്കിടയിൽ വർദ്ധിക്കുകയും ചെയ്തു. വി ഡി സതീശൻ പ്രകോപനം തുടരുമ്പോൾ സമുദായ നേതാക്കളെ അർഹമായ ബഹുമാനം നൽകി ഒപ്പം നിർത്തണമെന്നാണ് മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. ജനം, തിരുവനന്തപുരം.